കാസർഗോഡ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം പീതാംബരൻ മറ്റാർക്കോ വേണ്ടി ഏറ്റെടുത്തതാണെന്ന് പീതാംബരന്റെ കുടുംബം. CPM പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നതാണ് പീതാംബരന്റെ കുടുംബത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. പ്രത്യേക പരിശീലനം ശ്രദ്ധിച്ച കൊട്ടേഷൻ ടീമിനെ കൊണ്ട് കൊലപാതകം നടത്തിക്കുകയും പിന്നീട് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം മറ്റു ചില ആളുകളുടെ മേൽ കെട്ടിവെച്ച് കോടതിയിൽ നിന്ന് അവരെ ഊരിയെടുക്കുന്നതാണ് കണ്ണൂർ ശൈലി. ഇതേ ശൈലിയാണ് കാസർഗോഡും പരീക്ഷിക്കുന്നതെന്ന് സംശയം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകൾ. പീതാംബരന്റെ കുടുംബത്തിന്റെ ഈ വെളിപ്പെടുത്തലെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂടുതൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. പീതാംബരന്റെ കുടുംബം കടുത്ത ആക്രമണ ഭീതിയിലാണെന്നും അവർക്ക് സംരക്ഷണം ഒരുക്കണമെന്നും അവരെ വകവരുത്താൻ ഇടയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ CPM-നെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുകയാണ് അറസ്റ്റിലായ പീതാംബരന്റെ കുടുംബം. കൊലപാതകത്തിൽ പീതാംബരന് പങ്കില്ലെന്ന് ഭാര്യ മഞ്ജു ഉറപ്പിച്ചു പറയുന്നു. പീതാംബരൻ ഒരു കുറ്റവും ചെയ്യില്ല, മറ്റവർക്കോ വേണ്ടി കുറ്റം സ്വയം ഏറ്റെടുക്കുകയാണ്. കൈയൊടിഞ്ഞിരിക്കുന്ന പീതാംബരന് കൊലപാതകത്തിൽ പങ്കാളിയാകാനാകില്ലെന്ന് പീതാംബരന്റെ അമ്മയും പറയുന്നു. കുറച്ചു ദിവസം മുമ്പ് നടന്ന സംഘർഷത്തിൽ പീതാംബരന്റെ കൈ ഒടിഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് പീതാംബരന്റെ അമ്മയുടെ പ്രതികരണം. ഈ കഴിഞ്ഞ ദിവസം പീതാംബരന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പോലും പീതാംബരന്റെ സംരക്ഷണത്തിന് ആരും എത്തിയിരുന്നില്ല എന്ന് പീതാംബരന്റെ ഭാര്യ പറയുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായ പീതാംബരന്റെ അറസ്റ്റ് ഇന്നലെയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. പീതാംബരനൊപ്പം മറ്റ് 6 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. CPM പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ രക്ഷിക്കുന്ന മൊഴിയാണ് പീതാംബരന്റേതായി ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിടുന്നത്. അപമാനം കൊണ്ടുണ്ടായ നിരാശയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പീതാംബരന്റെ മൊഴി പീതാംബരന്റെ കുടുംബവും സുഹൃത്തുക്കളും മുഖവിലേക്ക് എടുത്തിട്ടില്ല. മുഖം രക്ഷിക്കാനായി പാർട്ടി ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ഇരുമ്പ് ദണ്ടുകളും വടിവാളുകളും ഉപയോഗിച്ചുള്ള കൃപേഷിന്റെ ഈ ശരത് ലാലിന്റെ കൊലപാതകം കണ്ണൂർ ശൈലിയിലുള്ളത് തന്നെ. തലയോട് പിളർന്ന് തലച്ചോർ പുറത്തെത്തിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. കൃപേഷിന്റെ തലയ്ക്ക് വെട്ടിയത് പീതാംബരനാണെന്നാണ് മൊഴി. എന്നാൽ കണ്ണൂരിൽ നിന്നെത്തിയ കൊലപാതക സംഘമാണ് കൊലപാതകത്തിന് പിന്നിൽ നിന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.